ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഓണം സീരീസിൻ്റെ 4ാമത്തെ എപ്പിസോഡാണിത്. ഇന്നത്തെ എപ്പിസോഡിൽ ഇൻസ്റ്റൻ്റായി ഉണ്ടാക്കാവുന്ന ഒരു മാങ്ങ അച്ചാറും ഒട്ടും കയ്പില്ലാത്ത ഒരു നാരങ്ങ അച്ചാറുമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. മാങ്ങ അച്ചാർ ഉണ്ടാക്കുന്നതിനായി 3 മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇത് കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. മാങ്ങയിൽ നേരത്തെ തന്നെ ഉപ്പും കായവും ഒന്നും ഞാൻ ഇട്ട് വെക്കുന്നില്ല. ഇത് ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ വട്ടത്തിന് അരിഞ്ഞെടുക്കാം. പാൻ ചൂടാകുമ്പോൾ ആവശ്യത്തിന് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണയിലാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. അല്പം പോലും ഞാൻ ഇതിലേക്ക് വെള്ളം ചേർക്കുന്നില്ല. വെള്ളം ചേർക്കാത്തത് കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് കേടാകത്തുമില്ല. അപ്പോൾ എണ്ണ ചൂടായതിനു ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊടിച്ചാണ് ചേർക്കേണ്ടതെങ്കിൽ അങ്ങനെയും ചേർക്കാം കേട്ടോ. ഞാനിവിടെ മുഴുവനായിട്ടാണ് ഇടുന്നത്. ഇനി ഒരല്പം കറിവേപ്പിലയും കുറച്ച് ഉലുവാപ്പൊടിയും ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ കായപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയുമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ എണ്ണയിൽ കിടന്ന് മുളക് പൊടിയൊക്കെ നന്നായിട്ടൊന്ന് കളർ മാറി വരണം. ഫ്ലെയിം നല്ല ലോ ഫ്ലെയിമിൽ വേണം ഇടാനായിട്ട്. എനിക്ക് അച്ചാർ ഇച്ചിരി ഡാർക്ക് കളറിലിരിക്കുന്നതാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ പൊടി നല്ല രീതിയിലൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്രയാണോ കളർ ആവശ്യം അതിനനുസരിച്ചിട്ട് വാട്ടിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് അച്ചാർ അല്പം റെഡ് കളറിലാണ് ഇരിക്കേണ്ടതെങ്കിൽ ഈ സമയം വരെ ഒന്ന് മൂപ്പിച്ചാൽ മതിയാകും. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് തിളപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ ചൂടിൽ തന്നെ മാങ്ങ ചേർത്ത് കൊടുക്കരുത്, എന്നാൽ മാങ്ങ വെന്ത് പോകും. കുറച്ചുകൂടി അച്ചാറിന് ടേസ്റ്റ് കിട്ടാനായിട്ട് ഈ കൂട്ട് ഒരുവിധം ഒന്ന് തണുത്തതിന് ശേഷം, അതായത് നമുക്ക് തൊട്ട് നോക്കുമ്പോൾ അധികം ചൂടുണ്ടാവാൻ പാടില്ല, ആ സമയത്ത് വേണം മാങ്ങ ഒന്ന് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ നമുക്കിത് ചോറിനൊപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. ചൂടൊക്കെ ഒരുവിധം പോയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു കണ്ടെയ്നറിൽ നമുക്ക് സൂക്ഷിക്കാം. ഈ രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പെട്ടെന്ന് തന്നെ നമ്മുടെ അച്ചാർ തീരും. അത്രയ്ക്ക് ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ. കുറച്ചുകൂടി ഗ്രേവി വേണമെന്ന് തോന്നുവാണെങ്കിൽ ഒരല്പം കൂടി നല്ലെണ്ണ ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഈ അച്ചാറിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ ഇത്തിരി ഡ്രൈ ആയിട്ടാണ് എടുക്കുന്നത്. ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് നോക്കാം. എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഒരല്പം കൂടി ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ രീതിയിൽ അച്ചാർ ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റൻറ്റ് മാങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇനി നാരങ്ങ അച്ചാർ ഉണ്ടാക്കാം. അതിനായിട്ട് നാരങ്ങ ഞാനിവിടെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതൊരു സ്റ്റീമറിൽ വെച്ചിട്ട് 5 മിനിറ്റ് ഒന്ന് ആവി കയറ്റിയെടുക്കാം. 5 മിനിറ്റിൽ കൂടരുത്. നാരങ്ങ ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയാൽ മാത്രം മതി. അതുകൊണ്ടാണ് ഒരു 5 മിനിറ്റ് ആവി കയറ്റിയാൽ മതിയെന്ന് പറയുന്നത്. 5 മിനിറ്റ് കഴിഞ്ഞു. ഇതൊന്ന് തുറന്ന് നോക്കാം. ഇതിന് തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. തണുത്തതിന് ശേഷം വെള്ളമൊക്കെ നന്നായി ഒന്ന് തുടച്ചെടുക്കാം. ഇതുപോലെ ഒന്ന് സോഫ്റ്റ് ആവാനേ പാടുള്ളൂ. ഒരുപാട് അങ്ങ് വെന്തുടയരുത്. പിന്നെ അച്ചാർ ഉണ്ടാക്കുമ്പോൾ നാരങ്ങ വേവിച്ച വെള്ളം എടുക്കരുത്, എന്നാൽ അച്ചാർ ഭയങ്കര കയ്പായിരിക്കും. അതുകൊണ്ടാണ് അതെടുക്കരുതെന്ന് പറയുന്നത്. ഇനി ഒരു 10-18 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. കൂടെ ഒരു 4 പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇഞ്ചി ഇടാൻ താല്പര്യമുണ്ടെങ്കിൽ അതും നമുക്കിതുപോലെ ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കാം. വെളുത്തുള്ളിയെല്ലാം 2ആയിട്ട് കീറിയിട്ട് വേണം എടുക്കേണ്ടത്. പച്ചമുളക് ഇതുപോലെ വട്ടത്തിനോ നീളത്തിനോ എങ്ങനെയാണെന്ന് വെച്ചാൽ അതും കൂടി അരിഞ്ഞെടുക്കാം. നാരങ്ങയും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചാർ തയ്യാറാക്കാം. പാനിലേക്ക് നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ഇനി നന്നായി ഒന്ന് ചൂടാകണം. എന്നിട്ട് നമുക്ക് കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നതിന് ശേഷം കറിവേപ്പിലയും 2-3 വറ്റൽമുളകും ചേർക്കാം. അതിൻ്റെ കൂടെ തന്നെ അരിഞ്ഞു വെച്ച വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചേർത്ത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഫ്ലെയിം നന്നായിട്ട് കുറച്ചിട്ട് പൊടികളൊക്കെ ഒന്ന് ചേർക്കാം. 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി, കുറച്ച് കായപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഇത്രയുമാണ് ഞാൻ ചേർക്കുന്നത്. ഫ്ലെയിം ലോ ഫ്ലെയിമിലായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ പൊടികളൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി ഇത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം.
ഈ എണ്ണയിൽ കിടന്ന് പൊടികളുടെ കളറൊക്കെ നന്നായി ഒന്ന് മാറി വരണം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുത്ത് ഒന്ന് തിളപ്പിക്കാം. ഇതിലേക്ക് 1/4 ഗ്ലാസ് വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചൂടുവെള്ളമോ പച്ചവെള്ളമോ ഏതാണെങ്കിലും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് തിളപ്പിക്കണം. ഇതുപോലെ എണ്ണയൊന്ന് തിളഞ്ഞു വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നാരങ്ങ കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 5 മിനിറ്റോളം ഇതൊന്ന് വേവിച്ചെടുക്കാം. ഒന്നുകിൽ പാത്രം കൊണ്ട് അടച്ചു വെച്ചിട്ടൊന്ന് വേവിക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് തുറന്നു വെച്ചിട്ട് വേവിച്ചാലും മതി. 5 മിനിറ്റിന് ശേഷം ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ഒരല്പം ശർക്കര ചേർത്ത് കൊടുക്കാം. ശർക്കര കൂടി ചേർത്ത് നാരങ്ങ അച്ചാർ തയ്യാറാക്കുമ്പോൾ അച്ചാറിന് ഒരു പ്രത്യേക ടേസ്റ്റും കിട്ടും, ഒരുപാട് കയ്പും ഉണ്ടാവുകയില്ല. ഞാനിവിടെ ശർക്കരയുടെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് കൂടി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ടൊന്ന് തെളിഞ്ഞ് വരും, കളറൊക്കെ കുറച്ചുകൂടി ഒന്ന് ഡാർക്കായിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ നാരങ്ങ അച്ചാറും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഒരല്പം പോലും കയ്പില്ലാത്ത നാരങ്ങ അച്ചാറാണ്. തണുത്തതിന് ശേഷം എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ വെച്ച് അടച്ച് നമുക്ക് സൂക്ഷിക്കാം, ആവശ്യത്തിന് എടുത്തുപയോഗിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ച ഓണം സ്പെഷ്യൽ നാരങ്ങ അച്ചാറും മാങ്ങ അച്ചാറും എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്.